ഓ ജിതാന്ന് കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നേ. ചീരാന്ന് കേൾക്കുന്നുണ്ട്, ചീരാന്ന് കേൾക്കുന്നുണ്ട്. ചീര. എല്ലാം കേക്കും. ഇന്നെന്താ മൊത്തത്തിൽ ഒരു ഉജാല പോലെ, ഒരു ബ്ലൂ മളം, ബ്ലൂ മയം, ചുമ്മാ ഇങ്ങനെ എടുത്ത് ഒരു രസം അല്ലേ? മിടുക്കി, ചോദിക്കാൻ വരുമായിരുന്നു. അല്ല, ജിതുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റി, അത് സൂപ്പറാണ്. താങ്ക് യു. എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ഐഡന്റിറ്റി ഉണ്ട്, കോസ്റ്റ്യൂംസ് കൊണ്ടുവരുന്നതിൽ ഐഡന്റിറ്റി ഉണ്ട്, മ്യൂസിക്കിൽ പ്രത്യേക ഐഡന്റിറ്റി ഉണ്ട്. ചെറിയ കാര്യമല്ലാണോ ഇതൊക്കെ കിട്ടുന്നത്? അപ്പൊ ഇല്ല, അതാണ് ഈ 3 in 1 ആണ്. ഒരു രക്ഷയില്ലടാ. പിന്നെന്താ വെച്ചാ വേറൊരു എനിക്കൊരു ജനാല തിയറി ഉണ്ട് കേട്ടോ മ്യൂസിക്കില്. അതെന്ന് പറഞ്ഞാൽ ഒരു പാട്ടുകാരി പാടുമ്പോഴത്തേക്കും ചിലര് ഒരു ജനല് തുറക്കും, ആ പാട്ടിന്റെ ഒരു ജനല് തുറന്നു തരും. അപ്പൊ നമ്മള് പാട്ടൊക്കെ കേട്ട് ഹായ് ഗുഡ് എന്നൊക്കെ പറയും. പക്ഷെ ചിലരെന്ന് പറഞ്ഞാൽ ആ ജനാലയുടെ അപ്പുറത്തുള്ള ഒരു ലോകത്തിനെ കാണിക്കും. അപ്പൊ എന്റെ ജനാല തിയറി എന്ന് പറഞ്ഞാൽ ആ ജനല് തുറന്നാ പോരാ, ആ ജനാലയ്ക്ക് അപ്പുറത്തുള്ള ലോകം കാണിക്കുന്ന ഒരാളെ മാത്രമേ പാട്ടുകാരെന്നോ പാട്ടുകാരിയെന്നോ വിളിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ആ തിയറി അനുസരിച്ച് നമ്മുടെ ജിതുക്കുട്ടി ഞാൻ പറഞ്ഞ ആ 2ാമത്തെ ഗണത്തിൽപ്പെട്ട ആളാണ്. എപ്പോഴും ജനൽ തുറന്ന് നമ്മളെ വേറൊരു ലോകത്ത് കാണിക്കുന്നുണ്ട്. അത് ഉഗ്രനാണ്. അത് ചിലപ്പം ജിതുക്കുട്ടിയുടെ കംഫർട്ട് സോണിലുള്ള പാട്ട് വരുമ്പോഴാണ് അത് കൂടുതൽ കാണുന്നത്. ആദ്യത്തെ ജനുവരി തൊട്ട് തുടങ്ങിയതാണ് കേട്ടാ. അതുപോലെ പല പെർഫോമൻസസും എന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ആ ലോകം നമുക്ക് കാണിച്ചു തരുന്നോണ്ടാണ് നമ്മളെല്ലാരും, നമ്മൾ 4 പേരും ജിതുവിനെ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ജിതുവിന്റെ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്കൈ ഹൈ ആണ്. അതായിരിക്കും ചില സമയത്ത് ജിതു കുറച്ചും കൂടെ ഒരു ആവറേജിലോട്ട് പോകുന്ന രീതിയിലേക്ക് നമുക്ക് തോന്നുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടമൊക്കെ വരുന്നു കേട്ടോ. അപ്പൊ അത് വേണ്ട, ജിതു കുട്ടിക്ക് സാധിക്കും. You can do it. Say, I can do it. That's why we love I can do it. Yes. I will do it. I will do it. Yeah. Oh, തേരിറങ്ങുമൂക്കിലേ. തേര് മേലോട്ട് പോട്ടെ, ഇറക്കണ്ട, പൊക്കണ്ടേ ഇരിക്കട്ടെ. നല്ല പാട്ട് ജിതു, ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ജിതക്കുട്ടി പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് ജിതക്കുട്ടിക്ക് വോട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.
ഒരു നല്ലൊരു ഉന്നക്കായ ഒന്ന് ഇമാജിൻ ചെയ്യാം. നല്ലൊരു ഉന്നക്കായ. അത് കഴിക്കുമ്പോ എന്ത് സ്വാദായിരിക്കും അല്ലേ? ഉഗ്രനായിരിക്കല്ലേ? ഒരെണ്ണം കഴിച്ചോ? കഴിച്ചു. ഇനി ആ മധുരം കുറച്ചുകൂടെ പറഞ്ഞു തരാം. ഇറ്റ് ഇസ് 97.75. അപ്പൊ ജിതക്കുട്ട, നമ്മുടെ പെർഫോമൻസിന്റെ റേഞ്ച് നോക്കുമ്പോ ക്വാർട്ടർ ഫൈനലിലെ ആദ്യത്തെ പെർഫോമൻസ് രണ്ടാമത്തേതിലോട്ട് വന്നപ്പോൾ നമുക്ക് ഒത്തിരി ഡിഫറൻസ് ഉണ്ടായി. അടുത്തതിൽ അതിലും ഒക്കെ ഒരുപാട് ഡിഫറൻസ് വരട്ടെ. നന്നായി പ്രിപ്പയർ ചെയ്യാ. ഇനി നമ്മൾ കാണാൻ പോകുന്ന എവിടെയായിരിക്കും? ക്വാർട്ടർ ഫൈനലിന്റെ ലാസ്റ്റ് പെർഫോമൻസിലായിരിക്കും. പെർഫോമൻസ് റൗണ്ട് ആണോ അടുത്ത്? ആഹാ, അത് ഉറ്റു നോക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ.